الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യനായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ പ്രപഞ്ചനാഥന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾ പാലിച്ച് സൂക്ഷിച്ച് പരമാവധി ഭക്തനായി തീരാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി ഒരു വസിയത്ത് എന്ന രൂപത്തിൽ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അവൻ ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവരെ, നമ്മൾ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾക്കൊപ്പം സഞ്ചരിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു തലമുറയെ ആണ് കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആരാണ് നമ്മുടെ മാതൃക അവതാരങ്ങളായി മാറേണ്ടത്? ആരെയാണ് റോൾ മോഡലുകളായി കണക്കാക്കപ്പെടേണ്ടത്? അപ്രമാണികളിൽ പിന്നിമറിയുന്ന താരരാജാക്കന്മാർ, കലാകായിക രംഗങ്ങളിൽ വലിയ മികവുകൾ കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള നിരവധിയായ രംഗങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ
നമ്മുടെയും നമ്മുടെ വീടകങ്ങളിലുള്ള സമൂഹത്തിന്റെ നാനാ പരിസരങ്ങളിലുള്ള പ്രായഭേദമന്യുള്ള ആളുകളുടെയൊക്കെ മോഡലുകളായി രംഗപ്രവേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. എന്റെയും നിങ്ങളുടെയും വസ്ത്രവും ഭക്ഷണവും നമ്മുടെ ഹെയർ സ്റ്റൈലും മേക്കപ്പും അങ്ങനെ എല്ലാം നിർണയിക്കുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ വേഷം കെട്ടി അഭിനയിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അതിനോട് സാമ്യപ്പെടുന്ന രൂപത്തിലാണ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരം നമ്മുടെ റോൾ മോഡലുകളായി നമ്മൾ കാണാനും ആസ്വദിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുടെ ചീഞ്ഞുനാറിയ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അനുകരിക്കാനും അനുധാവനം ചെയ്യാനും പുഴുക്കുത്തുകളില്ലാത്ത അനശ്വരമായ ലോകത്ത് വിജയിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതാകണം എങ്കിൽ അങ്ങനെ ഒരു റോൾ മോഡലിനെ ആഗ്രഹിക്കുന്ന സകലമായ മനുഷ്യരുടെയും മുമ്പിലേക്ക് പടച്ചറപ്പ് വെച്ചു കൊടുക്കുന്ന ഒരു റോൾ മോഡൽ ഉണ്ട്, ഒരു മാതൃക അവതാരമുണ്ട്. നമ്മളെല്ലാവരും പഠിക്കേണ്ടതായ ഒരു വ്യക്തിത്വമാണത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ള മാതൃക. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം വിവാഹം കഴിച്ച വ്യക്തിയാണ് എന്നും അദ്ദേഹം സ്ത്രീരംഭകനാണ് എന്നും ശൈശവ വിവാഹത്തിലൂടെ ഒരു വലിയ തെറ്റായ മെസ്സേജ് നൽകിയിട്ടുള്ള ക്രൂരത കാട്ടിയിട്ടുള്ള വ്യക്തിത്വമാണ് എന്നും പറയുന്ന ഒരു യുക്തിരഹിതവാദിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മുടെ നാട്ടിലെ താരരാജാക്കന്മാരുടെ പേരിൽ പ്രചരിക്കുന്നത് പോലെയുള്ള ഒരു കഥ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാതിൽമുട്ട് കേസുകൾ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രവുമല്ല വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെയുള്ള ആരോപണങ്ങൾ എന്തൊക്കെയുണ്ടോ, വിമർശനങ്ങൾ എന്തൊക്കെയുണ്ടോ, അത് ലോകത്ത് ആർക്കും ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ അതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ അഹ്സാബിലെ 21-ാമത്തെ വചനത്തിൽ പറയാം, ലോകത്തിന്റെ രക്ഷിതാവ് പറയാൻ, നിങ്ങൾ 3 കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉത്തമമായ മാതൃകയുണ്ട്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തിരുദൂതരിൽ ഉത്തമ മാതൃകയുണ്ട്. ആർക്കുണ്ട്? ലിമൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടുമെന്ന ആഗ്രഹമുള്ള പ്രതീക്ഷയുള്ള ആളുകൾ ആരോ അവർക്കെല്ലാവർക്കും. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാഥൻ, ആ നാഥൻ ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ആ നാഥനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് ഞാനെങ്കിൽ, ചെയ്യുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കുള്ള മാതൃക, നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കാൻ പാടില്ല, ഏത് രൂപത്തിൽ മുന്നോട്ട് നീങ്ങണം, ഏത് രൂപത്തിൽ മുന്നോട്ട് നീങ്ങിക്കൂടാ, ധർമ്മമെന്ത് അധർമ്മമെന്ത്, സത്യമേത് അസത്യമേത്, നീതിയേത് അനീതിയേത് എന്നൊക്കെ കൃത്യമായി അനുസരിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണെങ്കിൽ നിബന്ധന വെക്കുന്നുണ്ട്. ഒന്നാമത്തെ നിബന്ധന, ലോകത്തിന്റെ രക്ഷിതാവിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കുണ്ട് മാതൃക. ആ പ്രവാചകൻ പരലോകത്തെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾക്കുണ്ട് ഈ പ്രവാചകന്മാർ.
ധാരാളമായി അല്ലാഹുവിനെ ഓർക്കുന്ന ആളുകളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കും മാതൃക, നിങ്ങളും ജീവിതം ആയിട്ട് കൊണ്ടുവരേണ്ടത് ആ പ്രവാചകന്റെ ജീവിതമാണ് എന്ന് പഠിപ്പിക്കും. തങ്ങളുടെ ഓരോ ഇടപെടലുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വ്യക്തിത്വത്തെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ദ ഹൺഡ്രഡ്സ് എന്ന പുസ്തകത്തിൽ 100 സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഇസ്ലാം മതവിശ്വാസി അല്ലാത്ത വ്യക്തി പ്രസിദ്ധീകരിച്ച അദ്ദേഹം രചിച്ച പുസ്തകത്തിൽ ഒന്നാമത്തെ നാമം അത് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. എന്തുകൊണ്ട് അങ്ങനെയായി? ഈ കാര്യങ്ങൾ പുഴുക്കുത്തുകളില്ലാത്ത ജീവിതം സമർപ്പിച്ചപ്പോൾ ആ ജീവിത സമർപ്പണത്തിന്റെ ഏടുകൾ പരിശോധിച്ച് വിലയിരുത്തിയപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ടിന് ആദ്യം കൊടുക്കാൻ തോന്നിയ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോ ഇപ്പൊ ഇന്ന് കാണുന്ന കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. നമ്മൾ ഇക്വാലിറ്റിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കപ്പോ ആണും പെണ്ണും ഒക്കെ ഒരേ കാറ്റഗറിയിൽ പെടേണ്ടവരാണ്. ഇസ്ലാം അനീതി കാണിച്ചു. സ്വത്തോഹരിവത്തിനേടത്ത് വസ്ത്രത്തിന്റെ വിഷയത്തിൽ എല്ലാം ഇസ്ലാം അനീതി കാണിച്ചേക്കാൻ ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ തിരുത്തേണ്ടി വരാൻ കോടികളിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നടിമാർ തങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷയില്ല എന്ന് ഉറക്ക വിളിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് തങ്ങളുടെ സുരക്ഷാ ഭീതിയെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂലിനെ അറിയണം. ഒരു വാതിൽ മുട്ടാൻ പോയിട്ടില്ല. അല്ലാഹുവിന്റെ തിരുദൂതർ എന്താ പറഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലാ ഉസാഫിഹുൻ നിസാ, തീർച്ചയായും ഞാൻ എന്റെ ഭാര്യമാർക്ക്, എന്റെ വേണ്ടപ്പെട്ട ആളുകൾക്ക്, എനിക്ക് അനുവദിക്കപ്പെട്ടതല്ലാത്ത ഒരു പെണ്ണിനും ഒരു സ്ത്രീകൾക്കും ഞാൻ മുസാഫഹത്ത് കൊടുക്കുകയില്ല, ഞാൻ അവർക്ക് ഹസ്തദാനം നൽകുകയില്ല. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണിത്. അന്യ സ്ത്രീക്ക് കൈ കൊടുക്കുന്നതിനെ പറ്റി, അന്യ സ്ത്രീയെ സ്പർശിക്കുന്നതിനെ പറ്റി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത് അവിടുന്ന് ഒരു ഉപമയോട് കൂടിയാണ്. ആ ഉപമ എന്താണല്ലോ? തലയിൽ ആണി തറക്കുന്നതിന് സമമാണത്. തലയിൽ ആണി തറക്കുന്നത് അല്ലെങ്കിൽ നിന്റെ ദേഹത്ത് ആണി തറക്കുന്നതിന് സമമാണത് എന്ന് പറയുമ്പോൾ ഗൗരവം. അപ്പൊ അത്രമാത്രം നീചമായ ഒരു കാര്യമായിട്ടാണ് ഒരു പുരുഷൻ തന്റെ അനുവദിക്കപ്പെട്ട പരിധിയിൽ ഉള്ളവരല്ലാത്ത ഏതൊരു പെണ്ണിന്, അത് എന്തിന്റെ പേര്, കസിൻ ബ്രദർ, കസിൻ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരിപാടിയാണ് നമ്മൾ വണ്ടിന്റെ ബാക്കിൽ പിടിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ എതിർക്കപ്പെടേണ്ടതാണെന്ന് മാത്രമല്ല, അത്യന്തം അപകടകരമാണ്. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പറയേണ്ട ആവശ്യം ഉണ്ടാവും. എന്നാൽ നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലകളിലൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒരു പെണ്ണിനോട് സംസാരിക്കാൻ പറ്റും, മാന്യത നിലനിർത്തിക്കൊണ്ട് സംസാരിക്കണം. സിനിമാ മേഖലയിലൊക്കെ അവസരങ്ങൾക്ക് വേണ്ടി ഇന്ന് ക്യൂ നിൽക്കുകയാണ്. അവസരം മാത്രമാണ് മുന്നിൽ ലക്ഷ്യമായി കാണുന്നത്. 10-15 കൊല്ലം കഴിയുമ്പോ ഈ അവസരങ്ങളൊക്കെ കിട്ടി അല്ലെങ്കിൽ അതിന്റെ പിന്നെ ചില വേരിയേഷൻസ് ഒക്കെ വരുമ്പോ അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഈ രൂപത്തിൽ കൂറുമാറുന്ന അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ തിരുദൂതരെ വിമർശിക്കാറുള്ള ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് അടുക്കും. അതാ ചരിത്രം. സ്ത്രീകളെ പ്രയാസപ്പെടുത്തരുത് എന്ന് പരിചയപ്പെടുത്തിയ ഒരു മുത്ത് റസൂലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ തിരുദൂതർ പറയാ, തീർച്ചയായും ഞാൻ നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കും. അതിൽ ഞാൻ ദീർഘമായി നീങ്ങണം എന്ന് ഞാൻ വിചാരിക്കും. അഥവാ കുറെയൊക്കെ പാരായണം ചെയ്യണമെന്നുള്ള താല്പര്യത്തോടു കൂടിയായിരിക്കും ഞാൻ ഉണ്ടാവും. എന്നാൽ ഞാൻ ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കും.
فأتجوز في صلاتي كراهية أي أن أشق على أمي. എൻ്റെ ഉമ്മാർക്ക് ഒരു പ്രയാസമാവൂല എന്ന് കരുതിയിട്ട് ഞാൻ ആ നമസ്കാരത്തെ ലഘൂകരിക്കുന്നു. അപ്പോ ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ഒരു ആരാധനയായ നമസ്കാരം പോലും ജമാഅത്തായി നിർവഹിക്കുമ്പോ ആ നമസ്കാരത്തിൽ കൂടെ നിൽക്കുന്ന മർമ്മൂകളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെ പരിഗണിച്ചു റസൂൽ. എങ്ങനെ പരിഗണിച്ചു? അവർക്ക് പ്രയാസമുണ്ടാകരുത് എന്ന് കരുതിക്കൊണ്ട് അവരെ പരിഗണിച്ചു. ഇവിടെ നമ്മൾ വലിയ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടതായ പ്രായോഗിക നടപടികൾ എല്ലാം പടിപടിയായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരുക്കിയ മാതൃകായോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു അല്ലാഹുവിന്റെ തിരുദൂതർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രത്യേകം സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുരുഷന്മാരോട് ഓർമ്മപ്പെടുത്തി ഈ സ്ത്രീകളെ എങ്ങനെയൊക്കെ നമുക്ക് അനുവദനീയമാകും, വിവാഹത്തിനുള്ള അനുവദനീയമാകും. അതുകൊണ്ട് തന്നെ പുരുഷന്മാരോട് പറഞ്ഞു, യാ മഅ്ശറ ശബ, അല്ലയോ പുരുഷ സമൂഹമേ, അല്ലയോ യുവാക്കളെ, നിങ്ങൾക്ക് പ്രായവും പ്രാപ്തിയും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വിവാഹത്തിന് ആവശ്യമായ ഒരു ശാരീരികവും മാനസികവുമായ ഒരു പക്വത എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. അവിടെ നിങ്ങളുടെ ജോലിയോ പഠനമോ മറ്റനുബന്ധ കാര്യങ്ങളോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പ്രശ്നമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു പരിചയമാണ്, നിങ്ങൾക്കുള്ള ഒരു പ്രത്യേകമായ കവചമാണ്. നിങ്ങൾ തെറ്റുകാരാവരുത്, നിങ്ങൾ വാതിൽ മുട്ടാൻ പോകരുത്. ഈ കാര്യം അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് നിങ്ങൾ അവരുമായി ബന്ധം സ്ഥാപിച്ചു കൊള്ളുക. അവർക്കിടയിൽ നിങ്ങൾ കാരുണ്യവും സ്നേഹത്തോടു കൂടിയൊക്കെ വർദ്ധിക്കുക. വാപ്പ വലിയന്റെ കരം പിടിച്ചിട്ട് അല്ലെങ്കിൽ പെണ്ണിന്റെ വാപ്പാന്റെ കരം പിടിച്ചിട്ട് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരൻ വരൻ പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഇതാ ഞാൻ ഈ മഹത്വ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്, ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇണയാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിലൂടെ പടച്ചു കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മവദ്ദത്തും റഹ്മത്തും. ഈ മവദ്ദത്തും റഹ്മത്തും നിലനിർത്താൻ ആവശ്യമായ കുറേ കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മതിയാവും. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടിയത് എത്രയുണ്ടോ അത് മതിയാവും, അനുവദിക്കപ്പെട്ടത്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ തൃപ്തരാകും. വേറെ ഉള്ളതിനെ നിങ്ങൾ ഒരിക്കലും ആ അർത്ഥത്തിൽ നോക്കുക പോലുമില്ല. ഇനി അത് മാത്രമാണ് പ്രായോഗിക നടപടികളുടെ വിഷയത്തിൽപ്പെട്ടതാണ്. നിങ്ങളുടെ കൂട്ടത്തിലെ ഉത്തമരാണെന്നറിയോ? അവരുടെ പ്രത്യേകത അവരുടെ സ്ത്രീകളോട് ഏറ്റവും ഹൈറായി വർദ്ധിക്കുന്നവരായിരിക്കും. അവരുടെ പെണ്ണുങ്ങൾക്കിടയിൽ അവർക്ക് ഇമേജ് ഉണ്ടാകും, വാല്യൂ ഉണ്ടാകും. അല്ലാതെ തിരുദൂതർ പറയാ, അവൻ ഞാൻ കെട്ടിയ പെണ്ണിനെന്ന വിലല്ലെങ്കിൽ നാട്ടുകാർ മൊത്തം മാറ്റിട്ടു കാര്യമില്ലാതെ പറയുമ്പോ ആ പെണ്ണിന്റെ മുമ്പിലെ വാല്യൂവിന് ആവശ്യമായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവും. അഥവാ വേറെ വഴിവിട്ട മാർഗങ്ങളിലേക്ക് ഞാൻ നീങ്ങൂല. അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബൈഅത്ത് ചെയ്യുമ്പോൾ പോലും പെണ്ണിന്റെ കര പിടിച്ചില്ല. അത് വാക്കുകളില്ല, അതൊക്കെ എന്താ സൂക്ഷ്മതയുടെ ഭാഗമാണ്. സിനിമയിലെ അവസരത്തിന് വേണ്ടി ആട്ടും തുപ്പലും സഹിക്കുന്ന ധാരാളം നടിമാർ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിതം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. മഹദി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ പറയാൻ, മാ മറബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമ, ഒരു സേവകനെയും അല്ലാഹുവിന്റെ തിരുദൂതൻ അടിച്ചിട്ടില്ല. വലംറഅതൻ, ഒരു ഭാര്യയെയും അടിച്ചിട്ടില്ല. വലാ മറബ ബിയദിഹി ശൈആ, തന്റെ കരം കൊണ്ട് ആരെയും അടിച്ചിട്ടില്ല. ഇതാണ് റസൂൽ, സ്നേഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടു ജോലികളിൽ ഭാര്യമാരെ സഹായിക്കുന്ന റസൂലിനെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. എന്നാലും തിരുദൂതരാ. ഇനി കറിയിൽ കുറച്ച് ഉപ്പ് കൂടി, മുളക് കൂടി, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റിലേക്ക് എത്തിയില്ല,
നമ്മൾ എന്തൊക്കെ പൊല്ലാപ്പുകളും പുകിലുകളും അതിന്റെ പേരിൽ ഡൈവോഴ്സ് നടക്കുന്ന വീടുകൾ പോലുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റില്ല. അതിങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റിയിട്ട് പറയാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ അദ്ദേഹം കഴിക്കും, റസൂലിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലേ അത് കഴിക്കൂല, വേറെ ആവശ്യമില്ല കഴിക്കോളും. അല്ലാതെ ഭക്ഷണത്തെ കുറ്റം പറയുന്ന ഒരു രീതി ഇല്ലാത്ത ഒരു പ്രവാചകൻ. അപ്പൊ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ നിഖില മേഖലകളിൽ മാതൃകയാക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു തർക്കവും സംശയവും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഒരു വിശ്വാസിയുടെ വിശ്വാസ പൂർത്തീകരണത്തിന്റെ അനിവാര്യതയായി വിശുദ്ധ ഇസ്ലാം പ്രവാചക സ്നേഹത്തെ മഹബ്ബത്തുർ റസൂലിനെ പരിചയപ്പെടുത്തുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലെ സൂറ അഹ്സാബിലെ ആദ്യ ഭാഗത്ത് കാണുന്ന അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹും ഉമ്മഹാത്തുഹും. അൻ-നബിയ്യു സാക്ഷാൽ നബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഔലവിയത്ത് നൽകേണ്ടുന്നത് ആ പ്രവാചകനാവുന്നു. അഥവാ ഉത്തമ സ്ഥാനം എന്നേക്കാൾ മിൻ അൻഫുസിഹിം, അവരുടെ ജീവിതത്തെക്കാൾ അവരുടെ സ്വശരീരങ്ങളെക്കാൾ അവർക്ക് പ്രിയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ അനുധാവനം ചെയ്യാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെ എല്ലാത്തിനെയും ഉപയോഗപ്പെടുത്താൻ സാധിക്കേണ്ടതും ജീവിതത്തിൽ എന്റെ സംസ്കാരം, എന്റെ സ്വഭാവം, എന്റെ ഡ്രസ് കോഡ്, എന്റെ സംസാരങ്ങൾ, എന്റെ കുടുംബജീവിതം, എന്റെ വൈയക്തികം, എന്റെ സാമൂഹികം, എന്റെ രാഷ്ട്രീയം, എന്റെ സമ്പത്ത് എല്ലാം പരിചയപ്പെടുമ്പോ അള്ളാന്റെ തിരുദൂതർ എങ്ങനെയാണ്? അതാ 3 പോയിന്റ് പറഞ്ഞത്. ഇത് 3 ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇതിനാകെ ഒറ്റ വഴിയുള്ളൂ, ഇത് ശരിയാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ മാതൃക ഉൾക്കൊള്ളുക. അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കാൻ കഴിയുന്ന നല്ല ഭക്തരിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ഇലൽ ഇസ്ലാം സല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനമുള്ളവരെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ഭക്തരായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ധാരാളം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ അഭിനേതാക്കളിൽ നിന്നുൾപ്പെടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിഷേധിക്കാനാവാത്ത വിധമുള്ള വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ആൾക്കാർ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകൾ പകൽമാന്യന്മാരായി അഭിനയിച്ചിരുന്ന ആൾക്കാർക്ക് പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരാരും നമ്മുടെ മാതൃകയായി നമ്മൾ സ്വീകരിക്കേണ്ടതല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവും. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് യഥാർത്ഥ മാതൃക ആയി നമ്മൾ സ്വീകരിക്കേണ്ടത് ആരെയാണ്? എല്ലാ കാലത്തേക്കും ഏറ്റവും മികച്ചതായ രൂപത്തിൽ ജീവിച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു ജീവിതം 1400 വർഷങ്ങൾക്കപ്പുറം കാണിച്ചു പോയ ഒരു തിരുദൂതരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അത് ഇനി എത്ര കാലം ഖിയാമത്ത് നാൾ വരെ ഉണ്ടോ അത്രയും കാലം ആൾക്കാർക്ക് ആ ജീവിതം മതിയായതാണ്. അവിടെ നമ്മുടെ നാടിന്റെ സംസ്കൃതികൾക്കൊക്കെ അനുസരിച്ചുള്ള രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നമുക്കാകാം. എന്നാൽ ആ രൂപഭാവങ്ങളിലെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു
അലൈഹി വസല്ലം തങ്ങളുടെ കയ്യൊപ്പ്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെയൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ള മര്യാദകൾ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അതെന്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇൻഷാ അല്ലാഹ് വരുന്ന ഖുതുബകളിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട വിശാലമായ ചർച്ചകളിലേക്ക് നീങ്ങാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വിശ്വാസപൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞത് ലാ യുമിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് ഏറെ പ്രിയപ്പെട്ട വാപ്പ, ഒരാൾക്ക് ഏറെ പ്രിയപ്പെട്ട സന്താനങ്ങൾ, അതിനൊപ്പം ലോക ജനതയിൽ ആരൊക്കെണ്ടോ ആ ജനതയുടെ അതിനൊക്കെ അപ്പുറമുള്ള ഒരു സ്ഥാനം റസൂലിന് കൊടുക്കുന്നത് വരെ ഒരാളുടെ ഈമാൻ ശരിയാവുകയില്ല. ഈമാൻ ഇല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഹുക്മ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒരാളുടെ ഈമാൻ ശരിയാവുക, അല്ലാഹു ഒരാൾ പരിഗണിക്കാനുള്ള ഫോർമുലയാണ് ഈമാൻ. ആ ഈമാൻ റെഡിയാവണം, പൂർത്തിയാവണമെന്നുണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് ഏറ്റവും മുകളിൽ വരണം. എന്നെക്കാൾ എനിക്ക് അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ടവരാകണം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് തൗബയിൽ 24-ാമത്തെ വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കാൻ 8 കാര്യങ്ങൾ ഭൗതിക ലോകത്തുള്ളത് ആസ്വാദനങ്ങളുടെ, ബന്ധങ്ങളുടെ, എല്ലാ സുഖങ്ങളുടെയും 8 കാര്യങ്ങളെ കോർത്തിണക്കി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവിനെക്കാളും റസൂലിനെക്കാളും ജിഹാദിനെക്കാളും ഇതാണെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തുകൊള്ളുക എന്ന് പരിചയപ്പെടുത്തി ആയത്ത് വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടും. നമ്മുടെ ഈമാനിന്റെ ഹലാവത്ത് എവിടെയാണ് വരുന്നത്? മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ആയത്തിൽ ഹദീസിൽ കാണാൻ പറ്റും, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഉൾക്കൊണ്ട വ്യക്തിക്ക് ഈമാനിന്റെ മാധുര്യം ഉൾക്കൊള്ളാൻ കഴിയും. പലതും നമ്മൾ മാധുര്യം നുകരുമ്പോഴാണ് വീണ്ടും വീണ്ടും അതിലേക്ക് കൂടുതൽ അടുക്കാറുള്ളത്. നമ്മളൊരു ഇഷ്ടവിഭവം കഴിച്ചാൽ, അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, കൂടുതൽ രുചികരമായി തോന്നിയാൽ അത് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങും. അത് നമ്മളുടെ ഒരു പ്രകൃതമാണ്. എന്നാൽ ഈമാനും അതുപോലെ ആസ്വാദനമാണെങ്കിൽ അതിന് വേണ്ട ഒരു ചേരുവയായി അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞതായോ അല്ലാഹു വറസൂലു, അല്ലാഹു റസൂലുമായി തീരണം. അഹബ്ബ ഇലൈഹി, അവനിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായി തീരണം. മിമ്മാ സിവാഹു, അതിനേക്കാൾ അവന്റെ സ്വന്തത്തെക്കാൾ പ്രിയപ്പെട്ടവരായി തീരണം. അപ്പോൾ നമ്മുടെ നിലപാടുകൾ, നമ്മുടെ സ്റ്റാൻഡുകൾ രൂപപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ മഹബ്ബത്തുർ റസൂൽ, ഹുബ്ബുർ റസൂൽ അവിടേക്ക് എത്തിച്ചേരും. അപ്പൊ നമ്മുടെ കേവലം ഘോഷയാത്രകൾ, ഒരു ദിവസം ഇങ്ങനെ നാട്ടിലിറങ്ങിയിട്ടുള്ള പ്രകടനങ്ങൾ അല്ല, അല്ലെങ്കിൽ കേവലം റബീഉൽ അവ്വലിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തരങ്ങളല്ല പ്രവാചക സ്നേഹമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. എന്റെ നിലപാട് മാറിയിട്ടില്ലെങ്കിൽ എന്റെ പ്രവാചക സ്നേഹം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിനർത്ഥം. എന്റെ വസ്ത്രം പുരുഷനെന്ന നിലക്ക് നെയ്യാടിക്ക് താഴെ പോകാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കണം? അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, അത് നരകത്തിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഞാനത് വേണ്ട, അത് കുറച്ചൊക്കെ ആൾക്കാർ മുമ്പൊക്കെ ഷൈൻ ചെയ്യാൻ എനിക്ക് ഉപകാരപ്പെടുമെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ല. കാരണം ഞാൻ എന്നെക്കാൾ സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആകർഷകമായ എല്ലാ നിലക്കും ആളുകളുടെ കണ്ണുകൾക്ക് ത്രസിപ്പിക്കുന്ന രൂപത്തിലുള്ള, ഇംഗിതപ്പെടുത്തുന്ന വിധത്തിലുള്ള വർണ്ണാഭമായതും അതല്ലെങ്കിൽ അട്രാക്റ്റീവായതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ ഇസ്ലാം നിരുത്സാഹപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് ധരിക്കുന്നില്ല. നാട്ടുകാരൊക്കെ എങ്ങനെ ധരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് ആ താല്പര്യം വന്നാലും എന്റെ ഭാര്യ ചിന്തിക്കുന്നു, നമ്മുടെ സഹോദരിമാർ ചിന്തിക്കുന്നു, നമ്മുടെ ഉമ്മമാർ ചിന്തിക്കുന്നു, വേണ്ട അരുത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, لا يدخلن الجنة ولا يجدن ريحها فإن ريحها توجد مسيرة كذا وكذا. അല്ലാഹുവിന്റെ തിരുദൂതൻ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ പരിമളം പോലും കിട്ടാത്ത ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. ആർക്കാണ്? വസ്ത്രം ധരിച്ചിട്ടുണ്ട് പെണ്ണ്, എന്നാൽ പുറത്ത് കാണാൻ പാടില്ലാത്തൊക്കെ പുറത്ത് കാണുന്നുണ്ട്.
ഇത് പാടില്ല ഒരു മുസ്ലിം സ്ത്രീ തീരുമാനിക്കുന്നത്. അള്ളാന്റെ റസൂൽ എന്നെക്കാൾ മുകളിലാണ് സ്ഥാനമുള്ളത് എന്റെ ജീവിതത്തിൽ എന്ന തിരിച്ചറിവിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നില്ലാണ്. ചെറിയ കുട്ടികൾക്ക് പോലും മേക്കപ്പ് ഇട്ട് കൊടുത്ത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുത്ത് പറഞ്ഞേക്കുന്ന ആൾക്കാർ, വലിയ ആൾക്കാർ തന്നെ പറയേണ്ട ആവശ്യമില്ല. 50, 60 ഒക്കെ വയസ്സായ ആൾക്കാർ ഇതിന്റെ അഡിക്റ്റഡാണ്. മാറാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. മാറാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ആര് അള്ളാഹുവിനെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആര് പടച്ചവനെ ധാരാളമായി ഓർക്കുന്നുവോ, ആർക്ക് പരലോകത്തെ പ്രതീക്ഷയുണ്ടോ അവർ സ്വീകരിക്കട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ മാർഗം. അപ്പൊ അള്ളാന്റെ ഹൽക്കിൽ മാറ്റം വരുത്തൂല തീരുമാനിച്ചാൽ ചുണ്ട് ചോപ്പിക്കൂല തീരുമാനിക്കും. അവരുടെ ഫൗണ്ടേഷൻ കുട്ടിയും വേണ്ട, എനിക്ക് പടച്ചറപ്പ് തന്നൊരു ഹൽക്ക് മതി. ആ ഹൽക്കിനെ നോക്കിയിട്ട് അല്ലാഹുമ്മ അഹ്സിൻ ഖുലുഖി കമാ അഹ്സൻത ഖൽഖി എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയും. പടച്ചവനെ എന്റെ രൂപം ആര് വിരൂപി എന്ന് പറഞ്ഞാലും, ആര് വിരൂപൻ എന്ന് പറഞ്ഞാലും എന്റെ രൂപം ഉഷാറാക്കിയ പടച്ചവനെ എന്റെ സ്വഭാവം കൂടി നന്നാക്കൽ എന്നുള്ള പ്രാർത്ഥനയെ ഒന്ന് വരുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്സാരമായി കാണേണ്ട ഈ വിഷയങ്ങളൊന്നും നമ്മൾ ഗൗരവത്തിൽ എടുക്കണം. അള്ളാഹുവിന്റെ തിരുദൂതൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ പ്രകടമാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹാനായ അഹ്റാദിയെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഉഹദിന്റെ രണാങ്കണത്തിൽ തന്റെ വിരിവാൾ കാണിച്ചു കൊടുത്ത് 80-ലധികം വരുന്ന പൊട്ടുകളും അമ്പുകളും ഒക്കെ ദേഹത്ത് പതിഞ്ഞിട്ടുള്ള അള്ളാഹുവിന്റെ ചരിത്രം ആവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ പ്രവാചകന്റെ പേരിൽ നമുക്ക് കഴിയുമോ? ഒരിക്കലുമില്ല. ആ പ്രവാചകനെ നമ്മളോട് സ്നേഹിക്കാൻ പറഞ്ഞത് ആരെന്റെ സുന്നത്തിനെ അനുധാവനം ചെയ്ത് ആ സുന്നത്തിനോട് ഇഷ്ടം കാണിക്കുന്നുവോ, അതിന്റെ ആധാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അവനെന്നെ ഇഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സ്വർഗ്ഗത്തിലെത്താൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ കളക്ഷൻ സാമൂഹ്യക്ഷേമവുമായി ബന്ധപ്പെട്ട കളക്ഷനാണ്. എല്ലാവരും സജീവമായി ഇടപെടണം എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ പള്ളിയുമായിട്ടുള്ള സമീപനം എല്ലാം പ്രവാചക സ്നേഹമാണ്, റസൂലാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, പോലും ആവർത്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇല്ലാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ജാഗരൂകരാവുക, നേരത്തെ എത്തിച്ചേരുക, കൂടുതൽ ജമാഅത്തുകൾക്ക് ഫോക്കസ് കൊടുക്കുക, നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളെടുത്ത് ഉടവളർന്നു പോയിട്ടുള്ള ഇന്നലെങ്കിലുമൊക്കെ ആയി ഉടവപ്പെട്ട് നമ്മുടെ ബന്ധപ്പെട്ട സഹോദരങ്ങൾ, സംഘടനാ ബന്ധുക്കൾ, ആദർശ സുഹൃത്തുക്കൾ അള്ളാഹു ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാൻ റഹീമുമായ റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും കടബാധ്യതകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരുടെ ദുരിതങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, ഗുരുനാഥന്മാർ, ആദർശ ബന്ധുക്കൾ, മൗഫറത്തും മർഹമത്തും അവർക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ നാഥ. അവരെ ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ആരാധനകളെല്ലാം അതൊക്കാം പറഞ്ഞ് ഉള്ളറിഞ്ഞ് നിർവഹിക്കാൻ കഴിയുന്ന നല്ല രൂപത്തിലുള്ള അവസരങ്ങളും അതിനുള്ള തൗഫീഖും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയൊക്കെ പ്രയാസങ്ങൾ ദൂരീകരിച്ചുകൊണ്ടിരിക്കണേ നാഥ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ തിരുദൂതരായിട്ടുള്ള പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങളെ കൃത്യമായി ഫോളോ ചെയ്യാനും ഒക്കെ സാധിക്കുന്ന നല്ല ഭക്തരിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. اللهم اغفر للمؤمنين والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب ثبت قلوبنا على طاعتك. اللهم اجعلنا من المتواضعين ولا تجعلنا من المتكبرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم.